മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സൗബിൻ മരട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. സഹിൻ ആന്റണി ചേരുന്നു വിവരങ്ങളുമായി. സഹിൻ, ഈ കേസിൽ സൗബിൻ എത്രാമത് പ്രതിയാണ്? എപ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം ഹാജരായിരിക്കുന്നത്? വിവരങ്ങൾ എന്താണ്? മഞ്ഞുമ്മൽ ബോയ്സിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിലെ തന്നെ മറ്റൊരു നിർമ്മാതാവായിട്ടുള്ള സിറാജ് വലിയതുറയാണ് സൗബിനും ഒപ്പം തന്നെ പിതാവ് ബാബു ഷാഹിറിനും കൂടാതെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഷോൺ ആന്റണിക്കുമെതിരെ പരാതി നൽകിയിരുന്നത്. ഈ മൂന്ന് പേരും ചേർന്ന് തന്നെ സാമ്പത്തികമായി കബളിപ്പിച്ചു എന്നുള്ളതായിരുന്നു സിറാജ് വലിയതുറയുടെ പരാതി ഉണ്ടായിരുന്നത്. അതിൽ തന്നെ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന ചിത്രം നിർമ്മാണം നടത്തുന്നതിന് വേണ്ടി താൻ 7 കോടി രൂപ നൽകി ഇതിൽ സാമ്പത്തിക ലാഭം തനിക്ക് നൽകാമെന്നുള്ളതായിരുന്നു വാഗ്ദാനം. എന്നാൽ പടം വലിയ വിജയം നേടിയിട്ടും തനിക്ക് 1 രൂപ പോലും ലാഭമായി ലഭിച്ചില്ല എന്നുള്ളതാണ് സിറാജ് വലിയതുറയുടെ പരാതിയായി ഉണ്ടായിരുന്നത്. പിന്നീട് മരട് പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുകയും സൗബിനും പിതാവിനും ഒപ്പം തന്നെ ഷോൺ ആന്റണിക്കുമെതിരെ കേസെടുക്കുകയും ചെയ്തു. എന്നാൽ ഈ കേസ് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സൗബിൻ ഹൈക്കോടതിയെ സമീപിച്ചു. പക്ഷേ സൗബിൻ്റെ ഹർജി കോടതി തള്ളുകയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാക്കാൻ സൗബിനോട് ആവശ്യപ്പെടുകയുമാണ് ഉണ്ടായത്. ഇന്ന് അല്പനേരം മുൻപാണ് നമ്മളിപ്പോഴുള്ള മരട് പോലീസ് സ്റ്റേഷനിൽ സൗബിനും മറ്റ് പ്രതികളും ഹാജരായത്. ഈ 3 പേരെയും ഇപ്പോൾ മരട് സിയുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 5 മണിവരെ ഈ ചോദ്യം ചെയ്യൽ തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 5 മണിവരെയാണ് കോടതി പ്രതികളെ ചോദ്യം ചെയ്യാനുള്ള സമയം അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകിയിട്ടുള്ളത്. വേണമെങ്കിൽ നാളെയും ഇവരെ ചോദ്യം ചെയ്യാമെന്നുള്ളതും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും സൗബിൻ 11 മണിയോടുകൂടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുകയാണ്. ലക്ഷ്മി. സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.